ഇപ്പോഴാണ് ഞാൻ സ്വന്തം വീട്ടിൽ താമസിക്കുന്ന ആ ഫീൽ കിട്ടുന്നത്. ദൈവം തന്ന ഒരു സഹായമാണെങ്കിൽ. കടൽക്ഷോഭത്തെ തുടർന്ന് വീട് നഷ്ടപ്പെട്ട വലിയതുറ സ്വദേശിയായ ജോയി കഴിഞ്ഞ 5 വർഷമായി താമസിച്ചിരുന്നത് ഒരു ഗോഡൌണിലാണ്. ജോയിയെ പോലെ തന്നെ 332 കുടുംബങ്ങൾ ഇന്ന് താമസിക്കുന്നത് പക്ഷേ പുതിയ ഫ്ളാറ്റിലാണ്. ഫിഷറീസ് വകുപ്പിന്റെ പുനർഗേഹം പദ്ധതിയിലൂടെ നിർമ്മിച്ച പ്രത്യാശ ഫ്ളാറ്റാണ് ഇവർക്കിപ്പോൾ പൊതുജീവൻ നൽകിയിരിക്കുന്നത്. ആദ്യം കിടന്നത് ഇവിടെയാണ്. വെള്ളം കയറിയപ്പോൾ നമുക്ക് അടുത്ത് തന്നെ ഇതാണ് ഇതേ കണക്കാണ് വരെ 3 വീടുകളിൽ ആൾക്കാർ ഇടാം. നമുക്ക് ബുദ്ധിമുട്ടില്ല, നമ്മൾ അപ്പോൾ കടപ്പുറമാണ്. പെണ്ണുങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ട് കൂടുതലായിരുന്നു. ഇവിടെ ഒരു 4 വർഷം ഇവിടെ നിന്നു. പിന്നെ ഒരു വാടക വീട് തന്നതിന് ശേഷം പിന്നെ വാടക വീടിട്ടുള്ള പോയി. ഞാൻ, എൻ്റെ ഭാര്യ, എൻ്റെ 2 മക്കൾ, 2 മരുമക്കൾ, അവർക്ക് 2 കൊച്ചു പിള്ളേർ. ഇവിടുത്തെ ജീവിതം എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു ജീവിതമായിരുന്നു. പിന്നെ വീണ്ടും ഇവിടെ താമസിക്കുക തീരെ ഒക്കാത്ത രീതിയിലായി. കടയിൽ പുറത്തൂടെ അടിക്കാൻ തുടങ്ങി. പിന്നെ നമുക്കിവിടെ ഒന്ന് വർഷം ഇവിടെ നിന്ന് മാറണം. പിന്നെ വർഷം തീരുമ്പോൾ ശാന്തതയാകുമ്പോൾ വീണ്ടും വന്ന് താമസിക്കും. വീണ്ടും വാടകയ്ക്ക് ഗോഡൗണിൽ എല്ലാം പോയി കിട്ടും. മുമ്പ് കാലത്തെന്ന് പറഞ്ഞാൽ ഇവിടെ വേലികയറ്റമാണ് വരുന്നത്. വേലികയറ്റം അപ്പോഴും മണ്ണെടുത്തിട്ട് പോയാലും അതേപോലെ മണ്ണ് കൊണ്ട് കയറ്റുമായിരുന്നു. പിന്നെ അവിടുത്തെ ഈ പുളിമുട്ടും കാര്യങ്ങൾ വന്നതിന് ശേഷം പിന്നെ എടുത്തിട്ട് പോണ മണ്ണ് കയറാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. അതിന് ശേഷമാണ് ഈ കടൽക്ഷോഭങ്ങൾ ഇത്തിരി കൂടിയത്. ഇപ്പോഴാണ് ഞാൻ സ്വന്തം വീട്ടിൽ താമസിക്കുന്ന ആ ഫീൽ കിട്ടുന്നത്. ദൈവം തന്ന ഒരു സഹായമാണെങ്കിൽ ഇപ്പോഴത്തെ മന്ത്രിക്കാണ് നമുക്ക് നന്ദി പറയാനുള്ളത്.